എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 9 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്താണി സിഗ്നലിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം മാറി അത്താണി പറവൂർ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ മാത്രം മാറി പാലപ്രശ്ശേരി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രം മാറി 9 സെൻറ്റ് സ്ഥലവും 2050 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂമുള്ള ഈ കാണുന്ന വീട് വിൽപ്പനക്ക്. വീടിന് ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് മതിലിൻ്റെ ഇത് മാത്രം ഇല്ലാത്തേ ഉള്ളൂ. ബാക്കി 3 സൈഡും മതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ടർ കണക്ഷൻ ഉണ്ട്, കിണറുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിലൊരു പ്ലാവുണ്ട്, ഒരു കായ്ബലമുള്ള ഒരു തെങ്ങുണ്ട്. വീടിന് ചുറ്റും മെറ്റൽ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. പോർച്ച്, വീടിൻ്റെ സൈഡ് ഭാഗത്തുള്ള ക്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കിയോ, ചെറിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ വീടിനുണ്ട്. തൊട്ടടുത്ത് തന്നെ ജുമാ മസ്ജിദ്, ചർച്ച്, ടെമ്പിള് എല്ലാം 1 കിലോമീറ്ററിൻ്റെ സർക്കിളിലുണ്ട്. ഇതിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. അപ്പം അതിൻ്റെ ചുറ്റുഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. പുറത്തായിട്ട് 2 ബാത്റൂം ഉണ്ട്. പുറത്ത് തന്നെ നമുക്ക് സെപ്പറേറ്റ് അലക്കാനുള്ള സ്പേസ് ആയിട്ടുള്ളതും കുളിക്കാനുമുള്ള ഒരു ഭാഗമുണ്ട്. പുറം ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. വീടിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഈ കാണുന്നത്. ചുറ്റും മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുകളിൽ ടോപ്പിൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. വീടിൻ്റെ ബാക്ക് സൈഡാണ്, കിണറാണ്. ഇതാണ് ഒരു സൈഡ്, കിണർ വെള്ളം. ഇവിടെ ഒരു ചെറിയൊരു ഷെഡുണ്ട്. വീടിൻ്റെ ഒരു സൈഡിലാണ്, ടോപ്പ് സൈഡാണ് ഈ കാണുന്നത്. വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റൊക്കെ ഈ ഭാഗത്താണ് വെച്ചേക്കുന്നത്. വീടിൻ്റെ ബാക്ക് സൈഡിൻ്റെ ഡോറ് വരുന്ന ഭാഗത്താണ് വെച്ചേക്കുന്നത്. ഇതിൽ വീടിന് ചേർന്നിട്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ വഴി പോകുന്നുണ്ട്. ഇത് ഓൾറെഡി പ്രൈവറ്റ് വഴിയാണ്. അതിൽ നമുക്കും അവകാശമുള്ളതാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കിയോ, ക്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കിയോ. പെയിൻറ്റിങ് എന്തായാലും ഇതിന് ചെയ്യണം. അകത്തെ ഭാഗത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു. സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റാണ് ഇട്ടേക്കുന്നത്. പിന്നെ ടോപ്പൊക്കെ നോക്കിയോ, ഭിത്തി കാര്യങ്ങൾ, ക്രാക്ക് കാര്യങ്ങൾ, ചോർച്ച ഒക്കെ നോക്കിയോ. ഫ്രണ്ടിലെ മെയിൻ ഡോറാണിത്. നേരെ കയറുമ്പോൾ തന്നെ ലിവിങ് സ്പേസ്, ടോപ്പ് ഒക്കെ നോക്കിയോ. ഇപ്പം നിലവിൽ അകത്ത് വേറെ മെയിൻ്റനൻസ് ഇല്ല. നിലവിൽ നല്ല നീറ്റാണ്. പുറത്ത് മാത്രമേ നമുക്ക് മെയിൻ്റനൻസ് ഉള്ളൂ. ടൈല്, ഈ ഡൈനിങ്ങിൻ്റെ സ്പേസാണ്. ഇതിൽ തന്നെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. താഴ്ഭാഗത്ത് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത്. സൈഡൊന്നും അഴുക്ക് പൊട്ടലോ അങ്ങനെ വേറെ ഇതൊന്നുമില്ല. കിച്ചൻ്റെ ഭാഗം ഒന്നും കണ്ടോ, കബോർഡ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റാണ്. കിച്ചണൊക്കെ ടോപ്പിൽ വരുന്നത് ഗ്രാനൈറ്റാണ് ഇട്ടേക്കുന്നത്. പിന്നെ സിങ്ക് എല്ലാം ക്വാളിറ്റിയുള്ള സിങ്കാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ മോഡുലാർ കിച്ചണാണ്. ഭാഗത്ത് ടൈല്, വർക്ക് ഏരിയ കാണിച്ചു തരാം. വർക്ക് ഏരിയയിൽ പുകയില്ലാത്ത അടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇതുവരെ പുകയില്ലാത്ത അടപ്പ് ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഈ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിൽ വാൾഡ്രോപ്പ് ഉണ്ട് നിലവിൽ. തന്നെ ഇവിടെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അത്യാവശ്യം ഡ്രസ്സ് കുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൂടി ഉണ്ട്. ഇതിൻ്റെ റൂമിൻ്റെ വീതി ഏകദേശം വരുന്നത് 2, 4,
6, 8, 10, 12 വരുന്നുണ്ട്. പിന്നെ 2, 4, 6, 8, 10, ഏകദേശം 11, 12 ഈ റൂമിൻ്റെ ഏകദേശം വീതി നീളം വരുന്നത്. ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂമാണ്, ഇതാണ് ബാത്റൂം. ബാത്റൂമൊക്കെ നല്ല നീറ്റാണ്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഇതാണ് കേട്ടോ. അടുത്ത റൂമാണ് ഈ കാണുന്നത്. താഴത്തെ 2 ബെഡ്റൂം. ഇതിലും ഏകദേശം തന്നെ സെയിം നീളവും വീതിയൊക്കെ ഏകദേശം സെയിം ആണ്. ഈ റൂമിലും വാൾഡ്രോപ്പ് കാര്യങ്ങളുണ്ട്. വേറെ ഭിത്തിക്ക് അഴുക്ക് കാര്യങ്ങൾ, പൊട്ടൽ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. AC പോയിന്റ് ഇട്ടിട്ടുണ്ട് നിലവിൽ. അതിൻ്റെ വാൾഡ്രോപ്പ് കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റാണ്. DVയുടെ സെക്ഷൻ വരുന്നത് ഈ ഭാഗത്താണ്. ഇതാണ് DVയുടെ സെക്ഷൻ വരുന്നത്. അപ്സ്റ്റെയറിലേക്കുള്ള ഭാഗമാണിത്. ഡ്രോയിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീടൊക്കെ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ള വീടാണ്. അത്താണി പറവൂർ ബസ് റൂട്ടിൽ നിങ്ങൾ വീടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയതാണ്. 9 സെൻറ്റ് സ്ഥലമുണ്ട്. ഏകദേശം 2050 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. 4 ബെഡ്റൂമാണ്. അതിലൊരു റൂം മാത്രമേ ബാത്ത് അറ്റാച്ച് അല്ലാത്തുള്ളൂ. ബാക്കി എല്ലാവരും ബാത്ത് അറ്റാച്ച് ആണ്. നല്ല സൗകര്യമാണ്. ഇതിൻ്റെ ടോപ്പ് സൈഡിലെ ഭാഗമാണ്. റൂംസൊക്കെ കാണിച്ചു തരാം. ഇതാണ് ടോപ്പ് സൈഡിലെ റൂം. ഇതും ഏകദേശം താഴത്തെ റൂമിൻ്റെ അതേ വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ AC കാര്യങ്ങളൊക്കെ ഉണ്ട് നിലവിൽ. പിന്നെ ബാത്റൂമാണ് കാണുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വീട്. അടുത്ത റൂമാണ് ഈ കാണുന്നത്. ഇതിലും വാൾഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സെയിം ആ വീതിയിലുള്ള തന്നെയാണ്. വേറെ ഭിത്തിയിൽ പൊട്ടൽ കാര്യങ്ങൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അകത്ത് ഏതായാലും പെയിൻ്റ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല നീറ്റാണ്. അതിൻ്റെ ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം നല്ല വിശാലമായിട്ടുള്ള ബാത്ത് ടബ് ഉള്ള ടൈപ്പ് ഉള്ള ബാത്റൂമാണ്. സ്റ്റഡി റൂം അതേപോലെ തന്നെ പ്രയർ റൂമൊക്കെ ആക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ട്. ഫാനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ബാൽക്കണി സ്പേസാണ് ഈ കാണുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടത്. വീടിന് നേരെ ചിന്നലുകൾ അങ്ങനെ ഒന്നും അധികമൊന്നുമില്ല, കുഴപ്പമില്ല. 9 സെൻറ്റ് സ്ഥലമുണ്ട്. 2050 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. 2050 സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട്. പിന്നെ നമുക്ക് മുകളിൽ അപ്സ്റ്റെയറിൽ വാഷിംഗ് മെഷീൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കൂളായിട്ടുള്ള ഏരിയ ആണ്, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. എൻ്റെ അപ്സ്റ്റെയർ കൂടി കാണിച്ചു തരാം. വീടിൻ്റെ റൂഫ് ടോപ്പാണ് ഈ കാണുന്നത്. നിലവിൽ വീടിൻ്റെ പുറം ഭാഗത്ത് പെയിൻറ്റിങ് നിർബന്ധമാണ്, പെയിൻറ്റ് ചെയ്യണം. പിന്നെ പറഞ്ഞിട്ട് അകത്തൊന്നും നിലവിൽ പെയിൻ്റ് ഒന്നും ചെയ്യണ്ട, നല്ല നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ഇത് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 9.5 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്താണി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ. അത്താണി പറവൂർ ബസ് റൂട്ട് പാലപ്രശ്ശേരി ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ. അവിടുന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാത്രം മാറിയാണ് ഈ വീടുള്ളത്. 9 സെൻറ്റ് സ്ഥലവും 2050 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം. അതിലൊരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച് അല്ലാത്തതാണ്, ബാക്കിയെല്ലാം ബാത്ത് അറ്റാച്ചാണ്. കോമൺ ബാത്റൂം, പുറത്ത് 2 ബാത്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 സൈഡ് മതിലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നതാണ്. ഫ്രണ്ടിൽ റോഡ് പോകുന്നുണ്ട്, ആ റോഡ് പ്രൈവറ്റ് റോഡാണ്. അത് നിലവിൽ നമുക്കും അവകാശമുള്ളതാണ്. ചോദിക്കുന്ന വില 48 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ചെറിയ രീതിയിൽ ചെയ്തു തരും. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു.